ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായി. 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് ചെയ്തത്. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന്റെ വീട്ടിലെത്തി ഗൂഢാലോചന നടത്തി എന്നാണ് SITയുടെ വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. എ പത്മകുമാറിന്റെ വൈദ്യപരിശോധന അല്പസമയം പൂർത്തിയായി. പത്മകുമാറിനെ കൊല്ലത്ത് വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പത്മകുമാറിനെതിരെ പ്രതിഷേധം ഉണ്ടാകും എന്ന വിവരത്തെ തുടർന്ന് കൊല്ലം നഗരത്തിൽ കനത്ത സുരക്ഷയൊരുക്കിയിരിക്കുകയാണ് പോലീസ്. നമ്മൾ ആദ്യം പോകുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ്. അല്പസമയത്തിനകം നമുക്ക് വിവരങ്ങൾ, അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കൊല്ലത്ത് നിന്ന് സലീം മാലിക് നൽകും. ഒപ്പം അരുൺ രാജും വിശദാംശങ്ങളുമായി ചേരും. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇന്ന് SIT നടത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 4-4.5 മണിക്കൂർ നീണ്ട വളരെ വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടായത്. പത്മകുമാറിലേക്ക് തന്നെ ഈ അന്വേഷണം എത്തും എന്നും അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല എന്നും നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇന്നുണ്ടാകും എന്നത് സംബന്ധിച്ച സൂചനകളൊന്നും SIT നൽകിയില്ല. ഏറെക്കുറെ അപ്രതീക്ഷിതമായിരുന്നു ഇന്നത്തെ നീക്കമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം, മുൻ MLA, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷൻ, CPMന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളെ ഈ സ്വർണ്ണക്കൊള്ളക്കേസിലെ ഗൂഢാലോചന കുറ്റം ആരോപിച്ച് SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സലീം മാലിക് വിവരങ്ങൾ നൽകും. കൊല്ലത്ത് നിന്ന് സലീം, കോടതിയിൽ ഹാജരാക്കാൻ പത്മകുമാറിനെ കൊണ്ടുപോവുകയാണ്. വാഹന വ്യൂഹം എവിടെ എത്തി? പോലീസ് വലിയ സുരക്ഷ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിജയകുമാർ, പ്രതിഷേധങ്ങൾ ഭയന്നാണോ എന്നറിയില്ല. എന്തായാലും കൊല്ലം ജില്ലയിലേക്ക്, കൊല്ലത്തേക്ക് നേരിട്ട് തേവള്ളിയിലേക്കാണ് എ പത്മകുമാറിനെ കൊണ്ടുപോകുന്നത്. പക്ഷേ അത് നേരിട്ട് കൊണ്ടുപോകുന്നതിന് പകരം മൈലക്കാട് ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആ വാഹനം തിരിഞ്ഞ് കണ്ണനല്ലൂർ ഭാഗത്തേക്ക് വരികയും കണ്ണനല്ലൂർ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ കൊല്ലം നഗരത്തിലേക്ക് എ പത്മകുമാറിനെ എത്തിക്കുന്നത്. സാധാരണഗതിയിൽ മൈലക്കാട് ഭാഗത്ത് നിന്ന് നേരെ കൊട്ടിയം വഴി പള്ളിമുക്ക് വഴി കൊല്ലത്തേക്ക് കയറിയാൽ മതി എന്നിരിക്കെയാണ് അന്വേഷണ സംഘം ഈ നിലയിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. വലിയ സുരക്ഷാ സംവിധാനത്തോടു കൂടിയാണ് പത്മകുമാറിനെ ഇപ്പോൾ ഈ കോടതിയിലേക്ക് എത്തിക്കുന്നത്. കോടതിയിലല്ല, മറിച്ച് ഈ വാഹനം ഇന്ന് ജഡ്ജി ലീവ് ആയതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിലേക്കാണ് നിലവിൽ എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തേവള്ളിയിലുള്ള വസതിയിലാകും എത്തിക്കുക. കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജായ CS മോഹിത്തിന് മുൻപാകെയാണ് ഹാജരാക്കുന്നത്. അതിനുശേഷം എന്ത് നിലപാടാകും കോടതി സ്വീകരിക്കുക എന്നുള്ളതിലും ആകാംക്ഷയുണ്ട്. കാരണം സ്വാഭാവികമായും ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം നൽകുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. കഴിഞ്ഞ മുൻ അറസ്റ്റുകളിലൊക്കെ ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ ഈ ആദ്യ ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാതെ പിന്നാലെ റിമാൻഡ് ചെയ്തതിന് പിന്നാലെ കൂടുതൽ തെളിവുകൾ കൂടി ശേഖരിച്ചതിന് ശേഷം അറസ്റ്റ് എന്ന നിലയിലേക്കായിരുന്നു അന്വേഷണ സംഘം കടന്നിരുന്നത്. അതാണ് മറ്റ് മുൻപുള്ള 5 അറസ്റ്റുകളിലും കണ്ടത്. അതേ നിലപാടാകും പത്മകുമാറുമായുള്ള വാഹന വ്യൂഹം ഇപ്പോൾ മൈലക്കാട് നിന്ന് തിരിഞ്ഞിരിക്കുകയാണ്. അത് കണ്ണനല്ലൂർ ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. കണ്ണനല്ലൂർ വഴി കൊല്ലത്തേക്ക് എത്തിക്കും. നേരത്തെ സലീം സൂചിപ്പിച്ചതുപോലെ ഈ വഴി ഓരങ്ങളിൽ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്ന് പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിഷേധമൊക്കെ ഒഴിവാക്കാനാണോ എന്ന് സംശയിക്കുന്നുണ്ട് ഈ വഴിയിലൂടെ വാഹനം എത്തുന്നത്. അരുൺ രാജ് കൂടി ചേരുന്നുണ്ട്. അരുൺ രാജ് മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിൽ നിന്നാണ് വിശദാംശങ്ങൾ നൽകുന്നത്. അരുൺ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിഷേധ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാധാരണ പോകുന്ന വഴിയിലൂടെയല്ല, കുറച്ച് മാറിയാണ് യാത്ര. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകുന്നുണ്ടോ? അത്തരം വിവരങ്ങൾ ലഭ്യമാണോ ഈ ഘട്ടത്തിൽ? വിജയകുമാർ, അല്പസമയം മുമ്പ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ജഡ്ജിയുടെ വീട്ടിലേക്ക്, വസതിയിലേക്ക് അവർ എത്തിച്ചേരുകയും ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം അടക്കം നടത്തുകയും ചെയ്യുകയാണ്. അല്പസമയത്തിനകം തന്നെ പത്മകുമാറുമായുള്ള വാഹന വ്യൂഹം, ഈ പ്രത്യേക സംഘത്തിന്റെ വാഹന വ്യൂഹം ഇവിടേക്ക് എത്തും. അതിന് മുന്നോടിയായി തന്നെ ഈ വസതി, ഈ ജഡ്ജിയുടെ വസതിയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഈ വസതി പൂർണ്ണമായി ഇപ്പോൾ പോലീസ് ബന്ദോബസ്തിലാണ്. ഇവിടേക്ക് വരുന്നതിനും പോകുന്നതിനും കർശനമായ നിയന്ത്രണം ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വഴികളിലെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം സൂചന നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഇപ്പോൾ ഈ ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്നത് ഗവൺമെന്റ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് ആണ് തേവള്ളിയിലെ. അവിടേക്കാണ് ഈ വലിയ രീതിയിലുള്ള സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ACPമാരുടെ അടക്കം ചുമതലയിൽ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ അല്പസമയത്തിനകം പത്മകുമാറുമായുള്ള വാഹന വ്യൂഹം എത്തിയാൽ അതിന് മാത്രമായിരിക്കും അകത്തേക്ക് പ്രവേശനം ഉണ്ടാകുക. മറ്റു വാഹനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനമില്ല. മാധ്യമപ്രവർത്തകർക്കും കർശനമായ നിയന്ത്രണം അകത്തേക്ക് ഇപ്പോൾ
ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു തരത്തിലും അകത്തേക്ക് പെർമിഷൻ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എത്ര ദിവസത്തെ കസ്റ്റഡി ചോദിക്കുമോ, അത് ഇന്ന് കസ്റ്റഡി തന്നെ അപേക്ഷ നൽകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരത്തെ വ്യക്തമാക്കിയത്. എന്തായാലും ഈ പത്മകുമാറിന്റെ അറസ്റ്റ് അനിവാര്യമായിരുന്നു എന്നുള്ളതാണ് SIT നേരത്തെ വ്യക്തമാക്കിയത്. കാരണം ഈ കേസിൽ ഇനി ഏറ്റവും സുപ്രധാനപരമായ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് SIT കടന്നിരിക്കുകയായിരുന്നു. കാരണം പത്മകുമാറിന് ഈ കേസിൽ നേരിട്ടും അല്ലാതെയും ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയായിരുന്നു പത്മകുമാറിനെ ഈ കേസിലേക്ക് ഇപ്പോൾ SIT പ്രതിപ്പട്ടിയിലേക്ക് കൊണ്ടുവരികയും പിന്നീട് അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടത്തുകയാണ്. കാരണം വാഹന വ്യൂഹം എത്തിയാൽ ഏത് തരത്തിൽ അകത്തേക്ക് കൊണ്ടുപോകണം, അതിന്റെ ക്രമീകരണങ്ങൾ എങ്ങനെ വേണം എന്നീ കാര്യങ്ങളിലായിരിക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തുക. നിലവിൽ വിജിലൻസ് കോടതിയുടെ ജഡ്ജ് ഇന്ന് അവധിയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ മോഹിത്ത്, ജില്ലാ വിജിലൻസ് ജഡ്ജിയുടെ ചുമതലയുള്ള ഡോക്ടർ മോഹിത്ത് എന്ന വ്യക്തിയാണ് ഇന്ന് കേസ് പരിഗണിക്കുന്ന. അദ്ദേഹമായിരിക്കും ഈ കേസിൽ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുക. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയ ഒരു പോലീസ് വ്യൂഹം ഇവിടേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് മാത്രമാണ് ഇതിന്റെ മുമ്പിലെങ്കിലും നിൽക്കാൻ ഇപ്പോൾ പോലീസ് അനുവാദം നൽകിയിട്ടുള്ളത്. നേരത്തെ N വാസുവിനെ ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ BJPയുടെ വലിയ പ്രതിഷേധമടക്കം കണ്ടതാണ്. അതുകൊണ്ട് നഗരത്തിൽ വലിയ പോലീസ് വിന്യാസമടക്കം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. യെസ്, ആർ അരുൺ രാജും സലീം മാലിക്കുമാണ് വിവരങ്ങൾ നൽകുന്നത്. അല്പസമയത്തിനകം പത്മകുമാറിനെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ടോ എന്നതിൽ ഒരു തീരുമാനം ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. എന്താണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്നറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.